തമിഴ്നാട്ടിലെ മധുരയിൽ CPM-ന്റെ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശനിയാഴ്ച സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് നടക്കുക. ഞായറാഴ്ച പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും. പുതിയ കേന്ദ്ര കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരാണെന്നൊക്കെ അറിയാൻ പറ്റും. അതിന് പിന്നാലെ പോളിറ്റ് ബ്യൂറോയും തിരഞ്ഞെടുക്കും. CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അധികാര സമിതി എന്ന് പറയുന്നത് പാർട്ടി കോൺഗ്രസ്സാണ്, അല്ലെങ്കിൽ ദേശീയ സമ്മേളനമാണ്. അവിടെയാണ് പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മാറ്റം വേണോ, പുതിയ സാഹചര്യങ്ങളിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. സാധാരണഗതിയിൽ അതിന്റെ പ്രാധാന്യം പാർട്ടി കോൺഗ്രസുകൾക്ക് ലഭിക്കുകയും ചെയ്യും. പക്ഷേ മധുര കോൺഗ്രസിന് സത്യം പറഞ്ഞാൽ ആ ഒരു പ്രാധാന്യം കൈവന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ ആദ്യത്തെ ദിവസം അതിന്റെ ഉദ്ഘാടന സമ്മേളനം ഒക്കെ അങ്ങനെ കഴിഞ്ഞുപോയി. രണ്ടാം ദിവസമായപ്പോഴേക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയായിട്ടുള്ള CMRL മാസപ്പടി കേസിന്റെ കുറ്റപത്രം സംബന്ധിച്ച വാർത്ത പുറത്തു വന്നു. അതിലെ CMRL ആണ് പ്രധാന പ്രതികൾ. ആദ്യത്തെ പ്രതികൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ്. കൂട്ടുപ്രതികളായിട്ട് വരുന്നത് വീണയും വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുമാണ്. ഇതിന്റെ കുറ്റപത്രം മിനിഞ്ഞാന്ന് കേരളത്തിലെ വാർത്താ ചാനലുകൾ പുറത്തുവിട്ടതോടുകൂടി സമ്മേളനത്തിന്റെ ശ്രദ്ധ തന്നെ ഏതാണ്ട് ഈ റിപ്പോർട്ടിലേക്ക് മാറുകയാണ് ചെയ്തത്. അതിന് കാരണമുണ്ട്. ഇന്നിപ്പോ CPM-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉന്നതനായ നേതാവ് എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. കൊല്ലം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് പാർട്ടിയുടെ ഉലകുടയ പെരുമാൾ എന്ന നിലയിലാണ് അദ്ദേഹം മധുരയിലെത്തിയത്. പെട്ടെന്നാണ് ഈ കുറ്റപത്രം വരുന്നത്. അതോടുകൂടി അല്പ ഇടിവുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്ക് സ്വാഭാവികമാണല്ലോ. സ്വന്തം മകളുടെ ഉടമസ്ഥതയിലുള്ള ഒരു IT സ്ഥാപനം, അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് അതിന്മേലൊരു കുറ്റപത്രം ഉണ്ടായിട്ട് പ്രതിയായിട്ട് നിൽക്കുകയാണ്. അത് ഇന്നലെ എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് അത് വിചാരണയ്ക്കായിട്ട് പോയി കഴിഞ്ഞു. ഈ 7-ാം തീയതി വിചാരണ സംബന്ധിച്ച നടപടികൾ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകതകൾ വെച്ച് നോക്കുമ്പോൾ എത്ര ഉന്നതനായാലും പ്രതിച്ഛായക്ക് അല്പം കോട്ടം വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ ഈ ആദ്യ കുറ്റപത്രം വന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ, അതിന്റെ വിശദീകരണങ്ങൾ നടക്കുമ്പോഴാണ് രണ്ടാമതൊരു കുറ്റപത്രം വരുന്നു. ഈ CMRL കേസിൽ മാസപ്പടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാ. അതില് ഒന്നാം പ്രതിയായിട്ട് വരുന്നത് എക്സാലോജിക്ക് അല്ലെങ്കിൽ P വീണയാ, മുഖ്യമന്ത്രിയുടെ മകളാണ്. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നത്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ MV ഗോവിന്ദൻ മാഷും MA ബേബിയും A വിജയരാഘവനും ഇവരൊക്കെ പിണറായി വിജയനെയും മകൾ വീണയെയും ന്യായീകരിച്ച് വശം കെട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പുതിയ വാർത്ത വരുന്നത്, രണ്ടാമത്തെ കുറ്റപത്രം സംബന്ധിച്ച റിപ്പോർട്ട്. ആ കേസിന്റെ ഉള്ളടക്കം ചുരുക്കി പറഞ്ഞാൽ ഇതാണ്. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. CMRL-ന് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന പേരിലുള്ള ഒരു സഹോദര സ്ഥാപനമുണ്ട്. അവിടെ നിന്ന് നമ്മുടെ T വീണ, മുഖ്യമന്ത്രിയുടെ മകള്, ഒരു ശകലം കാശ് കടം വാങ്ങിച്ചു. അത് എത്രയാണെന്നുള്ളത് അതിന്റെ വിശദാംശങ്ങൾ വന്നിട്ടില്ല. കോടികളായിരിക്കും, സംശയമില്ലല്ലോ. മാസപ്പടി തന്നെ 2.7 കോടി രൂപ വരികയാണ്. ചെയ്തു കൊടുക്കാത്ത സേവനത്തിന് വാങ്ങിയ പണമാണ്, അതിന്റെ പ്രതിഫലമെന്ന പേരിൽ വാങ്ങിയ പണമാണ്. ഇതല്പം വായ്പയാ, കൈവായ്പ, ഒരു കടം. ആ വാങ്ങിയ കടം എക്സാലോജിക്ക് തിരിച്ചടച്ചില്ല. തിരിച്ചടയ്ക്കുന്നതിന് മുമ്പ് ഈ സ്ഥാപനം പൂട്ടുകയും ചെയ്തു. എക്സാലോജിക്ക് പൂട്ടുകയും ചെയ്തു. എക്സാലോജിക്ക് ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് നിശ്ചയം പോരാ. പക്ഷേ SFIO-യുടെ ഈ രണ്ടാം കുറ്റപത്രത്തിൽ പറയുന്നത് ഈ എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനം ഈ CMRL-ന്റെ ഈ സഹോദര സ്ഥാപനത്തിൽ നിന്ന് പണം കൈവായ്പയായി വാങ്ങിയതിനു ശേഷം അത് തിരിച്ചടയ്ക്കാതെ പൂട്ടി. വഞ്ചന കേസാണിത്, സാമ്പത്തിക വഞ്ചന കേസാ. അതാണ് ഇപ്പോൾ T വീണ ഒന്നാം പ്രതിയായിട്ട് വരാൻ പോവുകയാണ്. ഇനിയിപ്പോൾ CPM-ന്റെ നേതാക്കൾ എങ്ങനെ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം എങ്ങനെ ന്യായീകരിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിലെ പ്രധാന ദിനപത്രം മലയാള മനോരമ പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് ഒരു റിപ്പോർട്ടിൽ പറഞ്ഞത്, അതിന് ശീർഷകമായി നൽകിയത്, പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ പ്രതിരോധ കോൺഗ്രസ് ആണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിനല്പം തിരുത്തേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ ഇപ്പോൾ മധുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി കോൺഗ്രസ് അല്ല. അതിന് യഥാർത്ഥ അർത്ഥത്തിലുള്ള പാർട്ടിയുടെ ദേശീയ സമ്മേളനമല്ല. അവിടെ നടക്കുന്നത് പ്രതിരോധ കോൺഗ്രസ് തന്നെയാണ്. നേതാക്കൾ ഇടവിട്ട് വിവിധ തരത്തിലുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിണറായി വിജയനെയും അതുവഴി മകൾ T വീണയെയും ന്യായീകരിച്ച് വെളുപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്. അവിടെ ഒരു ഭാഗത്ത് ചർച്ചകൾ നടക്കുന്നു, രാഷ്ട്രീയ പ്രമേയം, അതിനുശേഷം സംഘടനാ പ്രമേയം. ഹോളിനുള്ളിൽ ആ ചർച്ച നടക്കുമ്പോൾ ഈ സമ്മേളന നഗരിക്ക് പുറത്ത് അല്ലെങ്കിൽ അതിന്റെ ചുറ്റുവട്ടങ്ങളിലായിട്ട് അരങ്ങേറുന്ന പ്രധാനപ്പെട്ട ചർച്ച പിണറായി വിജയന്റെ മകൾ പ്രതിയായിട്ടുള്ള CMRL
മാസപ്പടി കേസാ. അതിലെ പരോക്ഷ പ്രതിയാണ് പിണറായി വിജയൻ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാല്, കൊടുക്കാത്ത ഒരു സേവനത്തിനാണല്ലോ CMRL നിന്ന് എക്സാലോജിക്ക് 2.7 കോടി രൂപ കൈപ്പറ്റിയത്. എക്സാലോജിക്ക് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഈ CMRL. പക്ഷെ അവർക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ സർക്കാരിൽ നിന്ന് ലഭിച്ച ആനുകൂല്യങ്ങൾക്ക്, സഹായങ്ങൾക്കുള്ള പ്രതിഫലമായിട്ടാണ്, ചുരുക്കി പറഞ്ഞ കൈക്കൂലി. അങ്ങനെയാണ് ഈ 2.7 കോടി രൂപ എക്സാലോജിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഈ പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധികളായി വന്നവർക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റുമോ? സമ്മേളനത്തിനുള്ളിൽ ചർച്ച ചെയ്തില്ലെങ്കിൽ തന്നെ ഇനിയും സംഘടനാ പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ ആരെങ്കിലും, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും ഇത് ഉന്നയിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ഉറപ്പാണ് കേരളത്തിൽ നിന്നുള്ള ഒറ്റ പ്രതിനിധി പോലും ഈ കുറ്റപത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പിണറായി വിജയനെയോ വീണയോ ന്യായീകരിക്കാൻ പോലുമെങ്കിലും ഈ വിഷയം സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇപ്പോൾ അവിടുത്തെ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ അങ്ങാടി നിലവാരം, അതാണ്. അതുകൊണ്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അതിന് പുറത്ത് ചർച്ച ചെയ്യാമല്ലോ. രണ്ടാം ദിവസം പാർട്ടി നേതാക്കളിൽ നിന്നുണ്ടായ ന്യായീകരണങ്ങള്, വിശദീകരണങ്ങള് കുറെ കൂടെ ഉച്ചിലുള്ള ഭാഷയിലായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, ഈ പ്രത്യേക സമയത്ത് ഈ കുറ്റപത്രം സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതില്, അല്ലെങ്കിൽ അത് പ്രോസിക്യൂഷന് അനുമതി കൊടുത്തതിൽ എന്തോ സംശയമുണ്ടെന്ന ഗൂഢാലോചന, പാർട്ടിക്കെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടുമുള്ള ഒരു ഗൂഢാലോചന. അദ്ദേഹം പറയുന്നത് ഇത് സംബന്ധിച്ചൊരു കേസ് ഡൽഹി ഹൈക്കോടതിയിൽ നിലവിലുണ്ട്. CMRL കൊടുത്ത കേസാ. SFIO ഈ കേസ് അന്വേഷിക്കരുത് എന്ന് ആവശ്യപ്പെട്ട് കൊടുത്തിരിക്കുന്ന കേസാ. അതിന് പ്രത്യേക സാഹചര്യത്തിൽ നീണ്ടുപോയി. ഇനി അതിന്റെ വിചാരണ ജൂലൈയിൽ തുടങ്ങിയേ ഉള്ളൂ. അത് കൈകാര്യം ചെയ്യുന്ന ജഡ്ജി സ്ഥലം മാറിപ്പോയി. അതിന് പകരം വരുന്ന ജഡ്ജി 1 തുടങ്ങാൻ പോവുക. അതിന് ജൂലൈയിലേ ഉള്ളൂ. അങ്ങനെ ഒരു കേസ് കോടതിയിലുണ്ട്. പക്ഷേ SFIയുടെ അന്വേഷണം സ്റ്റേ ചെയ്യാൻ കോടതി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ SFIയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് തടസ്സമുണ്ടായില്ല. അവർ അന്വേഷണം പൂർത്തിയാക്കി. പൂർത്തിയാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എറണാകുളത്ത് അഡീഷണൽ സെഷൻസ് കോടതി അതിന്മേലുള്ള വിചാരണ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഈ കുറ്റപത്രം സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതിനുള്ള സമയം സംബന്ധിച്ച പ്രാധാന്യം എവിടെയാണ്? അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ ശക്തമായിട്ട് MA ബേബി ഇക്കാര്യത്തിൽ പിണറായി വിജയനെ ന്യായീകരിച്ചിട്ടുണ്ട്. ED എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു എക്സ്റ്റൻഡഡ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറിയെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ പ്രതിയായ കേസ് വന്നപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പലരും ഉന്നയിച്ചത് കൊണ്ടായിരിക്കാം അതിനും അദ്ദേഹം ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഓരോ കേസിലെയും അതിൻ്റെതായ സാഹചര്യങ്ങളിലാണ് വിലയിരുത്തേണ്ടത് എന്നാണ് ബേബി സഹാവ് പറയുന്നത്. അതായത് പിണറായി വിജയനെയും പിണറായിയുടെ മകളെയും ന്യായീകരിക്കുന്നത് പോലെ അല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ പ്രതിയായ കേസിൽ ആ ചെറുപ്പക്കാരനെ ന്യായീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതിന്റെ സാരാംശം. അദ്ദേഹം ഇപ്പോഴിങ്ങനെ പിണറായി വിജയനെ ന്യായീകരിക്കുന്നുണ്ട്. നാളെ ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാലോ ഇനി തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിലോ അതിനുശേഷം തിങ്കളാഴ്ച മുതൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഏത് രീതിയിലുള്ള പ്രതികരണമായിരിക്കും നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വിജയരാഘവൻ സഖാവ് പിണറായി വിജയനെ ന്യായീകരിക്കുമ്പോൾ ഒരു അഭിനവ കാളിദാസനായിട്ട് കൂടി അങ്ങ് വേഷം മാറി. അദ്ദേഹം വളരെ മനോഹരമായ ഒരു ഉപമയാണ് വീണയെയും എക്സാലോജിക്കിനെയും ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. നമ്മളിപ്പോൾ ഒരു കാർ വാങ്ങുന്നു എന്ന് വിചാരിക്കുക. സിമ്പിൾ കാര്യമാണ് കേട്ടോ. നമ്മുടെ ഒരു കാർ വാങ്ങുന്നു, സ്വാഭാവികമായിട്ടും അതിന് നമ്മുടെ ഇൻഷുറൻസ് എടുക്കുമല്ലോ. കാർ അപകടത്തിൽപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ ഓരോ തവണയും ഇൻഷുറൻസ് അടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുപോലെയാണ് എക്സാലോജിക്ക് ചെയ്തതെന്ന. സേവനം കൊടുത്താലും ഇല്ലെങ്കിലും, കാറിന് അപകടം സംഭവിച്ചാലും ഇല്ലെങ്കിലും നമ്മളിങ്ങനെ മാസപ്പടി വാങ്ങിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇൻഷുറൻസ് തുക അടച്ചുകൊണ്ടിരിക്കും. എത്ര മനോഹരമായി ഉദാത്തമായ ഒരു ഉപമയാണത്. വിജയരാഘവൻ സഖാവ് എന്തുകൊണ്ട് കാവ്യരചനാ രംഗത്തേക്ക് ഇതുവരെ എത്തിയില്ല എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ഈ രംഗത്ത് ഒരു വലിയ ഭാവി ഉണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. അതായത് ഇതിന്റെ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടില് എക്സാലോജിക്കിനെയും വീണ വിജയനെയും കുറ്റപ്പെടുത്തുമ്പോൾ അത് ഏകപക്ഷീയമായിരുന്നുവെന്നും വീണയുടെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം ചോദിച്ചിട്ടില്ലെന്നും അവർക്ക് പറയാനുള്ളത് കേട്ടിട്ടില്ലെന്നുമായിരുന്നു ഇതുവരെ CPMന്റെ നേതാക്കള് പറഞ്ഞുകൊണ്ടിരുന്നത്, എക്സാലോജിക്കിനെയും വീണയെയും ന്യായീകരിക്കുന്നതിന്. പക്ഷെ ഇപ്പൊ SFIO നടത്തിയ അന്വേഷണത്തിന്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അവർ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് 1-ലേറെ തവണ ഈ വീണയുടെ ഇക്കാര്യത്തിൽ അവർക്ക് പറയാനുള്ളത് കേട്ടിട്ടുണ്ട്, അവരുടെ നിലപാട് അറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് അവര് ഇത്തരത്തിലുള്ള നിഗമനത്തിലെത്തിയിരിക്കുന്നത്. കൊടുക്കാത്ത സേവനത്തിനാണ് മാസപ്പടി വാങ്ങിയത്, 2.7 കോടി രൂപ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത്.
ഈ വിഷയം സംബന്ധിച്ച് നമ്മൾ വീണ്ടും മധുരയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നേതാക്കൾ ഇപ്പോൾ രണ്ടു തട്ടിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മുഴുവൻ പിണറായി വിജയന്റെ കൂടെയാ, വീണയുടെ കൂടെയാ. അദ്ദേഹം ഈ പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവായിരിക്കുന്നിടത്തോളം കാലം, കൈകാര്യകർത്താവ് അല്ലെങ്കിൽ കാരണഭൂതർ ആയിരിക്കുന്നിടത്തോളം കാലം കേരളത്തിൽ നിന്നൊരാള് വീണയ്ക്കെതിരായിട്ടോ എക്സാലോജിക്കെതിരായിട്ടോ ഒരു അക്ഷരം പറയും എന്ന് കരുതേണ്ട കാര്യമില്ല. പ്രകാശ് കാരാട്ടും ഏതാണ്ട് പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന കൂട്ടത്തിലാണ്. കാരണം അദ്ദേഹം സീതാറാം യെച്ചൂരി CPM-ന്റെ സെക്രട്ടറി ആയത് മുതൽ പിണറായി വിജയൻ ഒരു എക്സ്റ്റൻഡഡ് വേർഷനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. എപ്പോഴും കേരള ഘടകം എന്ത് പറയുന്നു അതൊക്കെ ശരി, റാൻ എന്ന് പറയുന്ന രീതിയിലാണ് പ്രകാശ് കാരാട്ടിന്റെ പ്രകൃതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവര് എന്തിനും ഞങ്ങൾ ഇക്കാര്യത്തിൽ പിണറായി വിജയനെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബത്തെ ന്യായീകരിക്കണം, അവരുടെ കൂടെ നിൽക്കണം എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഇത് ഗൂഢാലോചനയാണ്, രാഷ്ട്രീയപരമായ കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലാണ്, ഞങ്ങളെ നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും എന്നൊക്കെയാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പറയുന്നത്. പക്ഷെ ഇന്നലെ സമ്മേളന തീരുമാനങ്ങൾ, ചർച്ചയുടെ വിശദാംശങ്ങളും മറ്റും മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ബ്രീഫ് ചെയ്ത് കൊടുത്ത മുഹമ്മദ് സലീം, ബംഗാളിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, വളരെ സീനിയറായ നേതാവാണ്. അദ്ദേഹം ആണ് ശരിക്കും പറഞ്ഞാൽ സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഭാഷ്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് SFIയുടെ കേസ് ആർക്കെതിരെയാണോ അവരാണ് അതിനെ നേരിടേണ്ടത്, അല്ലാതെ പാർട്ടിയല്ല. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. അതായത് പിണറായി വിജയനെയോ വീണ വിജയനെയോ ഈ CMRL മാസപ്പടി കേസിൽ, സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ന്യായീകരിക്കേണ്ട ചുമതല, ബാധ്യത, ഉത്തരവാദിത്വം CPM എന്ന് പറയുന്ന പാർട്ടിക്കില്ല. അതാണ് മുഹമ്മദ് സലീം ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. അതായത് പാർട്ടി സംസ്ഥാന നേതാക്കൾ എടുത്ത നിലപാടിൽ നിന്ന് തുലോം വിഭിന്നമാണ് ഔദ്യോഗികമായിട്ട് പാർട്ടിയുടെ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ മാധ്യമ പ്രവർത്തകരെ കണ്ട മുഹമ്മദ് സലീം പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സമ്മേളന സ്ഥലത്ത് ഉയർത്തിക്കാട്ടാനും അദ്ദേഹത്തെ ഒരു മാതൃകാ പുരുഷനായും അദ്ദേഹത്തിന്റെ ഭരണത്തെ ഒരു മാതൃകാ ഭരണമായും വാഴ്ത്താനുമുള്ള കേരള പ്രതിനിധികളുടെ ഒരു ഉടായ്പ്, ഒരു നീക്കം, അതൊരു പ്രമേയ രൂപത്തിൽ അവിടെ അവതരിപ്പിക്കുകയും അത് പാസ്സാവുകയും ചെയ്തെങ്കിലും അതിന്റെ ചർച്ചയിലും അത് സംബന്ധിച്ച വിഷയങ്ങൾ രാഷ്ട്രീയ പ്രമേയത്തിന്റെ ചർച്ചയുടെ ഭാഗമായപ്പോഴും ഈ അവകാശവാദത്തിനെതിരായിട്ടുള്ള നിലപാട് ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടായി. ചർച്ചാവേളയിൽ അത് ഉയർന്നു കേട്ടു. അതായത് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കൊല്ലം സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഈ നവകേരള നയമുണ്ടല്ലോ, നവകേരളത്തിലേക്കുള്ള പുതുവഴികൾ, അത് സ്വകാര്യവൽക്കരണത്തെ പിന്താങ്ങുന്നതാണ്. പല മേഖലകളിലും കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നയത്തെ അതിശക്തമായിട്ട് എതിർക്കുന്ന ഒരു പാർട്ടിക്ക്, പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ രീതിയിൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്നായിരുന്നു ഇതിനെ എതിർത്ത പ്രതിനിധികൾ ചോദിച്ചത്. ഈ നവകേരള നയത്തിന്റെ കാതൽ എന്താണ്? അത് സ്വകാര്യവൽക്കരണമാണ്. സ്വകാര്യ നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ ആരംഭിക്കാനാണ്. ഇപ്പോ കേരള ഗവൺമെന്റ് സ്വകാര്യ മേഖലയിൽ സർവകലാശാലകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുക. അതുപോലെ തന്നെ പ്രവർത്തനരഹിതമായി കിടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയുടെ സഹായത്തോടെ അവരുടെ മുതൽ മുടക്കോടുകൂടി പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. കാരണം ഒരു സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുപോലെ ആരോഗ്യരംഗത്ത് സ്വകാര്യ പൊതു സഹകരണത്തിനുള്ള നീക്കം ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അധിക വിഭവ സമാഹരണത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതികൾക്ക് വിരുദ്ധമായിട്ട് സർക്കാരിന്റെ റോഡുകളിൽ സെസ് വിരിക്കാനും അതുപോലെ പുതിയ പുതിയ യൂസർ ഫീസുകൾ ഏർപ്പെടുത്താനും ഗവൺമെന്റ് തീരുമാനിക്കുക, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ തീരുമാനിക്കാൻ പോവുകയാണ്. അതാണ് നവകേരള നയത്തിന്റെ ഒരു ഭാഗം, കാതൽ എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്നാണ് ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചോദിച്ചത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലും കേരളത്തിന്റെ ഒരു അപ്രമാദിത്വം ഈ സമ്മേളനത്തിന് ഉടനീളം കാണുന്നുണ്ടെങ്കിലും ഇതിനെ എതിർക്കുന്ന ആളുകൾ പാർട്ടി കോൺഗ്രസിൽ തന്നെ ഉണ്ട്, പാർട്ടിയിലുണ്ട്. അവർക്ക് ശക്തി കുറവാണ് എന്ന് മാത്രമാണ്. ഈ വിഷയം വന്നപ്പോഴും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും മുഹമ്മദ് സലീം അദ്ദേഹം ഒരു നല്ല ഉപമയാണ് പറഞ്ഞത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നയത്തെയും സംസ്ഥാന സർക്കാരിന്റെ സ്വകാര്യവൽക്കരണത്തെയും ഒരുപോലെ കാണേണ്ടതില്ല. അവിടെയാണ് ഉപമ. ആപ്പിളും ഓറഞ്ചും തമ്മിലൊരു താരതമ്യം വേണ്ട. അതായത് ഓറഞ്ച് വേറെ, ആപ്പിൾ വേറെ.
കേന്ദ്രത്തിന്റെ സ്വകാര്യവൽക്കരണം വേറെ, പിണറായി വിജയന്റെ സ്വകാര്യവൽക്കരണം വേറെ.